എനിക്ക് ഫോൺ ചെയ്താൽ അപ്പൊ പുറത്താവും. അപ്പൊ പുറത്താവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എനിക്കൊന്ന് ഫോൺ ചെയ്താൽ മതി. ഞാൻ ഏതായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ പോയതിന്റെ ശേഷമേ ഞാൻ പോവുള്ളൂ. അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അല്ല, അത് വേണ്ട. അത് ഫിറോസും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഓലെ സന്ദർശിക്കാനേ എനിക്ക് പോണ്ടി വരുള്ളൂ. ഓൽക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് മണ്ഡലം MLA എന്നുള്ള നിലയിൽ MLA എന്നുള്ള നിലയ്ക്ക്, അല്ലാതെ ജയിലിൽ പോട്ട കാര്യങ്ങൾ നമ്മൾ മുമ്പും ചെയ്തിട്ടില്ല, ഇപ്പോഴും ചെയ്തിട്ടില്ല, ഇനി ചെയ്യൂല്ല. അതെ 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 ലീഗർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ 3 ആൾ പോയില്ലപ്പോ. നമ്മുടെ ആരിസ് പോയി, അതുപോലെ തന്നെ നമ്മളെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖയുടെ ഭർത്താവ് പോയി, പിന്നെ തെന്നലിന്ന് 3 ആൾ പോയി അല്ലേ? തെന്നലിന്ന് 3 ആൾ പോയി. പിന്നെ ഇനിയിപ്പോ അടുത്തത് ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. മൂപ്പരിങ്ങനെ ഇന്നോ നാളെ എന്നുള്ള നിലക്ക് നിൽക്കുക. വൈസ് പ്രസിഡന്റ് ഇന്നോ നാളെ എന്നുള്ള നിലക്ക് നിൽക്കുക പോകാൻ. അപ്പൊ നമ്മളൊന്നും അവിടേക്ക് ബല സുഖവിവരം അന്വേഷിക്കാൻ പോകുക എന്നല്ലാതെ കുറ്റം ചെയ്തിട്ട് പോണ്ടി വരില്ല. മറ്റൊരു കാര്യം, താങ്കൾ പരാതി നൽകിയിട്ടുണ്ട് വിജിലൻസിനും ഇൻകം ടാക്സിനും. പക്ഷേ ഇപ്പോൾ CPM-ലെ ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ ED-ക്ക് പരാതി നൽകി. താങ്കൾ ഇതിനു മുമ്പ് ബാങ്കുമായി ബന്ധപ്പെട്ട് ED-ക്ക് പരാതി നൽകുമെന്ന് പറഞ്ഞു. പക്ഷെ മുഖ്യമന്ത്രി അതിനൊരു വിമർശനം ഉന്നയിച്ചു. അത് പിന്നാലെ പരാതിയിൽ നിന്ന് തങ്ങൾ പിന്മാറുപോയി. പക്ഷെ CPM-ൽ നിന്നൊരു അംഗം തന്നെ ED-യെ തിരിച്ച് ഇങ്ങോട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരും. അല്ല, ED-ക്ക് തിരിച്ചു കൊണ്ടുവരില്ല. എന്താന്ന് വെച്ചാല് സഹകരണ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ സഹകരണ മേഖലയിലേക്ക് അവരെ കടന്ന് വരുന്നതിന് പിന്നെ കളമൊരുക്കും എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചത്. ഇത് സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ല. ഞാനല്ല. എന്തിനത് ED-യെ കൊണ്ടുവരാൻ? ഇപ്പൊ എന്നെ ED പരിശോധിച്ചു, യാതൊരു പ്രശ്നവും എനിക്കുണ്ടായില്ലോ. 10 പൈസ എനിക്ക് അതിൻ്റെ പേരിൽ പിഴ കെട്ടേണ്ടി വന്നിട്ടില്ലല്ലോ. അപ്പോൾ വന്നാൽ എന്തെങ്കിലും കിട്ടും എന്നുള്ളവരെ അതിനെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടതായിട്ടുള്ളൂ. അങ്ങനല്ല. അതിപ്പോ ഞാൻ കൊടുത്തിട്ടില്ല, വേറെ ആരോ കൊടുത്തു, അങ്ങനെയും കൊടുക്കും. പിന്നെ മാത്രമല്ല, ED നമ്മൾ പരാതി കൊടുത്താൽ മാത്രമല്ല ഇത് കേസെടുക്കലും അന്വേഷിക്കലും ഒക്കെ ഉണ്ടാവുക. നമ്മൾ പത്രസമ്മേളനം നടത്തിയാൽ തന്നെ അതിൽ ED-ക്ക് കേസെടുക്കാൻ തക്ക രൂപത്തിൽ എന്തെങ്കിലും ഉണ്ട് എന്നവർക്ക് തോന്നുകയാണെങ്കിൽ തന്നെ അവർ കേസെടുക്കും. ഞാൻ കൊടുത്തിട്ടില്ല. അല്ല, ED-യുടെ അന്വേഷണം അല്ല 2 നിലപാടല്ല. ED ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ച് എന്തായാലും കേസെടുക്കും. കാരണം അവർ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണല്ലോ ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഹവാല ഇടപാട് അത് നടത്തുന്നു PK ഫിറോസ്. ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഒരു ഓഫീസില്ല, ഒരു ഗോഡൌണില്ല. അവിടെ അതിൻ്റെ മറവിൽ നടക്കുന്നത് ഹവാല ബിസിനസ്സാണ്. ഇവിടെ നിന്ന് പണം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നിക്ഷേപിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് പല മുതലാളിമാർക്കും ഫിറോസ് ചെയ്തു കൊടുക്കുന്നത്. അതിനാണ് അദ്ദേഹത്തിന് 5.25 ലക്ഷം രൂപ പെർ മന്ത് ശമ്പളം കിട്ടുന്നത്. അതിനൊരു വിശദീകരണം പറഞ്ഞത് LCC ഒക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ വെറുതെ ഒരു സംഖ്യ എഴുതലാണ്, അങ്ങനെ എഴുതിയതാണ്. അല്ലാതെ എന്റെ ഭാര്യ എന്നോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്, അത് ആർക്കും മനസ്സിലാവൂലേ എന്നാ ചോദിച്ചത്. അങ്ങനെ ഉണ്ടോ? അപ്പോ എന്റെ അഭിപ്രായത്തിൽ അപ്പൊ UAE ഗവൺമെന്റിനെയും പറ്റിക്കാണ്, UAE ഗവൺമെന്റിനെയും വഞ്ചിക്കാണ്. ഇന്ത്യ ഗവൺമെന്റിനെ മാത്രമല്ല UAE സർക്കാരിനെയും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നും ഒരു പൊതുപ്രവർത്തകൻ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ചെയ്താൽ ആളുകൾ മുഴുവൻ അത് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പിന്നെ ഓരോ രാജ്യത്തിനും പിന്നെ എന്തിനാണ് പ്രത്യേകം നിയമം? ഇതിനൊന്നും ഒരു വിലയില്ല എന്നുണ്ടെങ്കിൽ ബിൽക്കന്നെ അങ്ങനെ ആക്കിക്കൂടെന്ന. UAE സർക്കാരിന് അവരുടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് പോയി വരാനുള്ള ഒരു സൗകര്യത്തിന് ജോബ് വിസ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാക്കിക്കൂടെ? ഇങ്ങനെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടോ? ഒരാളുണ്ടാവില്ല. ലീഗിലുണ്ടാവുമായിരിക്കും,
വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇതുപോലെ തോന്നിയാസം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല.